ഹലോ. അപ്പം നമുക്കിന്ന് ഈസി ആയിട്ടൊരു ട്രീ എങ്ങനെ വരയ്ക്കണതെന്ന് നോക്കാം. അപ്പം നമ്മൾ പിൻട്രസ്റ്റ് വെറുതെ ഒരു ഫെയറി ലൈൻ ഡ്രോയിങ് തിരഞ്ഞ് നടന്നപ്പോഴാണ് ഇത്ര ഈസി ആയിട്ടൊരു ട്രീ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരയ്ക്കുന്നത് കണ്ടത്. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഫസ്റ്റ് തന്നെ ഒരു ചെറിയൊരു സ്കെച്ച് ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ബ്രാഞ്ചസ് മാത്രം ഒരു പെൻസിലുണ്ട്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് കുറച്ച് വട്ടം പോലെ പെൻസിലുകൊണ്ട് വരച്ചു കൊടുക്കണം, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. എന്നിട്ട് ഇതുപോലെ ഈ ഓയിൽ പേസ്റ്റ് കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. കാണുമ്പോൾ മനസ്സിലാകും. താഴെ ഇങ്ങനെ റെഡ് കൊടുക്കണം, അത് കഴിഞ്ഞൊന്ന് ഓറഞ്ച്, അത് കഴിഞ്ഞാൽ യെല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഓറഞ്ച്, അങ്ങനെ ഒരു തീമിൽ അങ്ങനെ കൊടുത്താൽ മതി. നല്ല സിമ്പിളാണ്. ഓയിൽ പേസ്റ്റൊക്കെ ഇങ്ങനെ വെറുതെ കയ്യിലിരിക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ മരം കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓയിൽ പേസ്റ്റ് ഒന്ന് കാണാനായിട്ട് തപ്പിയെടുത്തുകൊണ്ട് വന്നതാണ് ഇത് ചെയ്യാൻ വേണ്ടി. കാണുമ്പോൾ ടഫായിട്ട് തോന്നിയില്ല, ഇത് നല്ല സിമ്പിളാണ്. ഞങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി. എന്നിട്ട് വേണമെങ്കിൽ ഒരു ഇയർബഡ്സ് എന്തെങ്കിലും വെച്ചിട്ട് അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കൈ കൊണ്ടാണേലോ അല്ലെങ്കിൽ അങ്ങനെയാണേലും മതി. ഇയർബഡ്സ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്പ്രെഡ് ചെയ്തെല്ലാം കൊടുത്ത് കഴിയുമ്പോൾ ഒരു ഭംഗിയാണ് കാണാൻ ആ ഒരു ട്രീനൊക്കെ. കളർ കോമ്പ് മാറ്റിയും മറിച്ചൊക്കെ ചെയ്യാതെ. എന്നിട്ട് ഇതുപോലെ ബ്ലാക്ക് വെച്ചിട്ട് ആ ട്രീയുടെ ഔട്ട്ലൈൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ പെൻസിൽ കൊണ്ട് വരച്ച ഒരു ഫിഗർ ബ്ലാക്ക് ഓയിൽ പേസ്റ്റ് വെച്ച് ചെയ്തിട്ട് ഇതുപോലെ ബ്ലാക്ക് ഇങ്ങനെ ലൈറ്റായിട്ട് അടിച്ചിട്ട് ഇതുപോലെ ബ്രൗണും അതുപോലെ തന്നെ യെല്ലോയും കൊടുത്തിട്ട് പിന്നെ ബ്ലാക്കും ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ ബ്രൗൺ വെച്ചിട്ട് അതിനൊന്ന് ഫില്ല് ചെയ്ത പോലെ കൊടുത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഞാൻ പറയുന്നതിനേക്കാളും ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിക്കോളും. അങ്ങനെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് മേളിലോട്ടും കൂടെ കുറച്ച് ഒരു ട്രീയുടെ ഇതുപോലെ കൊടുക്കാൻ വേണ്ടി മേളിൽ ഇതുപോലെ 3 വട്ടം വെച്ചിട്ട് സെയിം പ്രോസസ്സ് തന്നെ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇത് അതിൻ്റെ പണ്ടത്തെ ഏതൊരു ഓയിൽ പേസ്റ്റ് വരുന്നു, ഇടയ്ക്ക് വെച്ച് യെല്ലോ കളറാണെങ്കിൽ ഒടിഞ്ഞും പോയി, അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങനെ ഒരുവിധം ചെയ്തിട്ട് ഇതുപോലെ അതെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ബ്രാഞ്ചസ് ജോയിൻ ചെയ്ത് കൊടുത്താൽ ഇതാണ് ഫൈനൽ. എന്നിട്ട് കുറച്ച് ഇതും കൂടെ വരച്ച് കൊടുക്കാം. ഒരു ബാക്ക്ഗ്രൗണ്ട് താഴത്തേക്ക് ഇതുപോലെ കുറച്ച് ഇതൊക്കെ വീണ പോലെ ഇങ്ങനെ അതും കൊടുത്ത് കുറച്ച് പെറ്റൽസ് ഇതുപോലെ കൊഴിഞ്ഞ് വീഴുന്ന പോലെ ഒരു എഫക്റ്റിന് വേണ്ടി അങ്ങനെയും ചെയ്യുന്നുണ്ട്. ബഡ്സ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ റെഡ് കളർ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് പെറ്റൽസ് ഇങ്ങനെ പൊഴിഞ്ഞ് വീഴുന്ന ഒരു എഫക്റ്റ് കൊടുക്കാം. അങ്ങനെ അതെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. അങ്ങനെ ഞാനിത് 2 എണ്ണം ചെയ്ത്, ഇത് ആദ്യമേ ചെയ്തതും ഇതിപ്പോൾ ചെയ്തത്. ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ്